നാമത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം പ്രകാരം പറയുന്നുണ്ട്. ദാരിയാവേശ് രാജാവ് ദാനിയേലിനെതിരായിട്ട് രേഖയും വിരോധ കൽപ്പനയും എഴുതി വെച്ചു. അത് അറിഞ്ഞ ദാനിയേല് തൻ്റെ ഭവനത്തിൽ വന്നിട്ട് മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിൻ്റെ നേരെ തുറന്നിരിക്കുന്നു. അവിടെ താൻ ദിവസം ചെയ്തു വരാറുള്ളതുപോലെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ്. ദാരിയാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. പ്രതിസന്ധി ഉണ്ടാവുമ്പോഴല്ല പ്രാർത്ഥനയുടെ ഡോറ് തുറക്കേണ്ടത്. പ്രാർത്ഥനയുടെ ഡോറ് എപ്പോഴും തുറന്നിരിക്കണം. ദൈവമായിട്ട് നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വിടുതൽ കിട്ടുന്നില്ല, ഞാൻ ഒരുപാട് ദൈവസന്നിധിയെ നിലവിളിച്ചു. എൻ്റെ വിശുദ്ധി ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് വാദിക്കാൻ നിൽക്കാതെ ദൈവ പൈതലേ, ഇന്ന് പൽക്കാലം കർത്താവ് ഈ വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് സ്വയം ഒന്ന് സറണ്ടർ ചെയ്യാം. നമ്മുടെ കുറവുകളെ കർത്താവിനോടൊന്ന് പറയാം. ആ പ്രാർത്ഥനയുടെ മുറി ഇന്ന് മുതൽ നീ തുറന്ന് ഇടാമെങ്കിൽ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ നിനക്ക് നിരന്തരമായി ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥനയുടെ മുറി നീ തുറന്നിടണം. മറ്റു പലതിൻ്റെയും മുറി നീ അടച്ചിടണം. ലോകമാകുന്ന പല മോഹങ്ങളും പല ചിന്തകളും പലതിലും കൊണ്ട് നമ്മൾ പല ഡോറുകൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയുടെ ഡോറ് ഓപ്പൺ ചെയ്യാൻ മറന്നുപോകും. പ്രാർത്ഥനയുടെ ഡോറ് ഇന്ന് പൽക്കാലം ആ വാതില് നീ തുറന്നിടാമെങ്കിൽ മഹത്വത്തിൻ്റെ രാജാവ് അതിൽ നിന്ന് അകത്ത് പ്രവേശിപ്പാനായിട്ടിടയാകും. അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവസങ്ങളായി തീരും. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദാനിയേലിൻ്റെ ദൈവം നിനക്ക് വേണ്ടിയും രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും. ദേശത്തിൻ്റെ മധ്യേ, ചാർച്ചക്കാരുടെ മധ്യേ, ബന്ധുമിത്രാദികളുടെ മധ്യേ നീ ഒരു അനുഗ്രഹമായി തീരും. അത് മാത്രമല്ല, നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനുമായി മാറും. ദൈവം വ്യക്തമായിട്ട് കർത്താവ് ഇടപെടുക. കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുക. ഡോറ് തുറക്കുക. പ്രാർത്ഥനയുടെ ഡോറ്, മറ്റു പല ഡോറുകളും ഇന്ന് വൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ അടപ്പാൻ തയ്യാറായാലേ പ്രാർത്ഥനയുടെ ഡോറിലൂടെ ചില ദൈവപ്രവൃത്തികൾ ഇന്നു മുതൽ നിന്നെ തേടിയെത്തും. കർത്താവ് കാത്തിരിക്കുക. വിശ്വസ്തന്മാരെ കർത്താവ് നോക്കുക. കർത്താവ്